അതിൻ്റെ ഒക്കെ വിധാതാവ്, അതിന്റെ സൃഷ്ടികർത്താവ്, അതിന്റെ പരമമായ അതിന്റെ കഴിവ് നൽകിയ ആള് അത് അള്ളാഹുവാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ അള്ളാഹുവിനോട് ഏതൊരാളോട് സഹായം ചോദിച്ചാൽ തന്നെയും ആ സഹായം കിട്ടുന്നത് അള്ളാഹുവിന്റെ സമ്മതം കൊണ്ടും അവന്റെ അനുമതി കൊണ്ടും അവന്റെ തൗഫീഖ് കൊണ്ടുമാണ്. അപ്പൊ വാസ്തവത്തിൽ വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് നീ എന്നെ സഹായിക്കണം, ഞാൻ വളരെ വിഷമത്തിലാണ് എന്ന് സാധാരണ പറയാറുണ്ട്. ഈ എന്നെ വിഷമത്തിലാണ്, നീ സഹായിക്കണമെന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ ഈ സഹായിക്കുന്ന ആൾക്ക് അതിനുള്ള കഴിവ്, അതിനുള്ള സന്മനസ് അതൊക്കെ നൽകുന്നത് അള്ളാഹുവാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സഹായം ചോദിക്കപ്പെടുന്നത് മനുഷ്യനോട് ആണ് എങ്കിലും ഇവിടെ സഹായം ചെയ്യാനുള്ള കഴിവുകളൊക്കെ നൽകുന്നതും മറ്റവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അപ്പൊ അതുകൊണ്ടാണ് വഇയ്യാക നസ്തഈൻ, പരമമായ സഹായം നൽകുന്നവൻ നീയാണ് എന്ന് നിലക്ക് നമ്മൾ അത് സമ്മതിച്ചു പറയുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഫാത്തിഹ സൂറത്തിന്റെ ഇതിവൃത്തമാകുന്ന ഇതിന്റെ വിഷയമാകുന്ന കാര്യത്തിലേക്ക് ഇപ്പോഴാണ് കടക്കുന്നത്. ഇതുവരെ അള്ളാഹുവിനെ സ്തുതിച്ചു, അവന് നമ്മൾ സമർപ്പിച്ചു, ആരാധന അവനാണെന്ന് നമ്മൾ സമ്മതിച്ചു പറഞ്ഞു. എല്ലാം ചെയ്ത ശേഷം ഇനി നമുക്ക് പറയാനുള്ള വിഷയം എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ സന്മാർഗത്തിൽ ചലിപ്പിക്കണം. ഇഹ്ദിന, നീ ഞങ്ങളെ നയിക്കണം. അസ്സിറാത്തൽ മുസ്തഖീം, ഋജുവായ പാതയിലേക്ക്, നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണം. നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണം എന്ന് നമ്മൾ അള്ളാഹുവോട് തേടുന്നു. ഏതാണ് നേരായ മാർഗം? അത് തീർച്ചയായും അള്ളാഹുവിന് അറിയാം. അള്ളാഹുവിന് നേരായ മാർഗം അറിയാമെങ്കിലും നമ്മെക്കൊണ്ട് അത് ഒന്നുകൂടി അള്ളാഹു പറയിപ്പിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അള്ളാഹുവേ, നീ നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നടത്തണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അർത്ഥം അവിടെ പൂർത്തിയാണ്. അള്ളാഹുവിനറിയാം ഏതാണ് നേരായ മാർഗമെന്ന്. പക്ഷേ നാം ആ പ്രാർത്ഥന കൊണ്ട് മതിയാക്കാതെ നേരായ മാർഗം കണ്ടുപിടിക്കാൻ നാമും കൂടി ശ്രമിക്കണം. നാം ആ നേരായ മാർഗം നമ്മുടെ മുമ്പിൽ ഏതെന്ന് കണ്ടെത്താൻ നമുക്ക് വഴി എളുപ്പമാകണം. അതിന് നമ്മെക്കൊണ്ട് ബാക്കി ഭാഗം, അതിൻ്റെ ഒരു വിശദീകരണം അള്ളാഹു ഈ പ്രാർത്ഥനയിൽ തന്നെ ഉൾപ്പെടുത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നേരായ മാർഗമെന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കുന്നത് നീ അനുഗ്രഹിച്ചവരുടെ പാതയാകുന്നു. നീ അനുഗ്രഹിച്ചവരാരാണ്? അത് മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹു അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞാൽ അതാരാണ്? മിനൻ നബിയ്യീന, അംബിയാക്കളാൽ, വസ്സിദ്ദീഖീന, സിദ്ദീഖുകളാൽ, അതുപോലെ വശുഹദാഇ വസ്സാലിഹീൻ, രക്തസാക്ഷികളും സജ്ജനങ്ങളുമായ. അപ്പോ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സജ്ജനങ്ങൾ, ഇവരുടെ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണം എന്ന് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. പാത ഏതെന്ന് അള്ളാഹുവിനറിയാം. പക്ഷേ നമ്മെ കൊണ്ടത് പറയിപ്പിക്കുന്നത് ആ പാത തെരഞ്ഞെടുത്ത് അവരുടെ വഴി പിന്തുടരാനുള്ള ഒരു പ്രേരണയാണ് ഇതിന്റെ പിന്നിലൂടെ നൽകുന്നത്. ഏതുപോലെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞു, വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. വഖുൽ, നീ പ്രാർത്ഥിക്കുക, റബ്ബി റഹംഹുമ, അള്ളാഹുവേ, റബ്ബേ, എന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞാൽ അള്ളാഹുവിനറിയാം ഗുണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന്, ഏത് നിലക്കൊക്കെ റഹ്മത്ത് ചെയ്യണമെന്നും അറിയാം. പക്ഷെ നമ്മെ കൊണ്ട് ഒന്നുകൂടി അള്ളാഹു പറയിപ്പിക്കുന്നു, കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പോറ്റി വളർത്തി എനിക്ക് അനുഗ്രഹം ചെയ്തതുപോലെ നീ അവർക്ക് ചെയ്യണമേ എന്ന്. ഇത് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത് മാതാപിതാക്കൾക്കുള്ള ദുആയിൽ, പ്രാർത്ഥനയിൽ നമുക്ക് നല്ല ആത്മാർത്ഥത കൈവരാൻ വേണ്ടിയാണ്. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ എന്നെ ചെറുപ്പത്തിൽ സംരക്ഷിച്ച് വളർത്തിയതുപോലെ നീ അവർക്ക് ഗുണം ചെയ്യണേ എന്ന് പറയുമ്പോൾ അവരെനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവ, ആ കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ മനസ്സിൽ അങ്കുരിച്ചു വരുന്നു. ആ നിലക്കുള്ളൊരു പ്രാർത്ഥനയാകുമ്പോൾ അത് പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കാൻ ആത്മാർത്ഥത കൊണ്ട് കാരണമാവുകയും ചെയ്യുന്നു എന്നും നാം മനസ്സിലാക്കുക. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപമേറ്റുവാങ്ങിയവരുടെ മാർഗമല്ല. അള്ളാഹുവേ, നീ ഞങ്ങളെ സന്മാർഗം നയിക്കണം, അത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. അതല്ലാതെ നിന്റെ കോപം ഏറ്റുവാങ്ങിയവരുടെയോ വലദ്ദാലീൻ,
സ്വയം പിഴച്ചുപോയവരുടെയോ മാർഗമല്ല. അതല്ലാത്ത നല്ല മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തു തഅലീമിൽ മസ്അല, ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന സൂറത്ത് എന്ന ഒരു പേര് ഇതിന് വെച്ചിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ് ചോദിക്കാൻ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഒറ്റക്കായാലും മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഒറ്റക്ക് നിസ്കരിക്കുന്ന ഞാനും ഒറ്റക്ക് ഫാത്തിഹ ഓതുന്ന ഞാനും ഇഹ്ദിന നീ ഞങ്ങളെ നയിക്കണമേ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ ഈ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ നിസ്കാരത്തിൽ ഈ ഇബാദത്തിൽ ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂടെ വേറെയും ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. ആമീൻ ആമീൻ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനക്ക് നീ ഉത്തരം നൽകണമേ. ആമീൻ എന്നത് സൂറത്തിൽ പെട്ടതല്ല, അഥവാ ഈ ഫാത്തിഹയിൽ പെട്ടതല്ല. മറിച്ച് ഫാത്തിഹ ഓതിക്കഴിഞ്ഞ ശേഷം ഓതിയ ആളും കേൾക്കുന്ന ആളും ഒക്കെ ഈ ആമീൻ എന്ന് നീ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യണമേ എന്ന ആ പ്രാർത്ഥന, ആമീൻ എന്ന പ്രാർത്ഥന, അത് ചെയ്യൽ സുന്നത്തായ ഒരു വാചകമാണ്, ഒരു വചനമാണ് ആമീൻ എന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എന്തിന്റെയും തുടക്കത്തിലുള്ള ഏത് കാര്യങ്ങൾക്കും മുസ്ലിമീങ്ങൾ തുടക്കത്തിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ചെയ്യുന്നത് കാണാം. എന്തൊരു നല്ല കാര്യങ്ങൾക്കും അൽ ഫാത്തിഹ വിളിച്ചുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ ദുആ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ തുടങ്ങുന്നത് കാണാം. ഇത് മൊത്തത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് ബർക്കത്തെടുക്കുക എന്നതും അതോടൊപ്പം തന്നെ ഈ സൂറത്തുൽ ഫാത്തിഹ എന്നത് മുസ്ലിമീങ്ങളുടെ ഏത് നല്ല കാര്യത്തിന്റെയും തുടക്കത്തിൽ വെക്കാൻ പറ്റിയ ഒരു സൂറത്തുമാണ് എന്ന കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ കൂടുതലായി സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിലേക്ക് ഇറങ്ങി ചെന്നു പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നന്മ വിളയുന്ന പരിശുദ്ധ ഖുർആനിനെ കൂടുതൽ മനസ്സിലാക്കി അതിന്റെ വാക്താക്കളും അതിന്റെ പ്രയോക്താക്കളുമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആന്റെ പാരായണം ഓരോ വിശ്വാസിക്കും കടമയാണ്. അതിലൂടെ ഇഹലോകത്ത് ജീവിതത്തിൽ ഐശ്വര്യവും പരലോകത്ത് പ്രത്യേക വെളിച്ചവും അവന് ലഭിക്കുന്നതാണ്. ഖുർആൻ പാരായണം നടക്കുന്ന സ്ഥലത്ത് പ്രത്യേകം മാലാഖമാരുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഘടനയിലും ആശയങ്ങളിലും ഒക്കെ വ്യത്യസ്തമായ വിശുദ്ധ ഖുർആനിന്റെ പാരായണ രീതിയും മറ്റുള്ളവയിൽ നിന്ന് വ്യതിരിക്തമാണ്. അതിനാൽ ഖുർആനിന്റെ ആശയങ്ങൾ ലോകത്തിന് നൽകിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അതിന്റെ പ്രത്യേക പ്രയോഗങ്ങളെയും പാരായണ രീതിയും തന്റെ സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണ നിയമശാസ്ത്രം പ്രത്യേകം ഒരു വിജ്ഞാന ശാഖയായി ഇസ്ലാമിക വിജ്ഞാന ലോകത്ത് നിലനിൽക്കുന്നത്. തജ്വീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്തുത വിജ്ഞാന ശാഖ നമ്മിൽ പലരും വേണ്ടത്ര ഗൗനിക്കാറില്ല എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ തജ്വീദിന്റെ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ഖുർആൻ പാരായണം എത്ര ശ്രവണമധുരമായാലും സ്വീകാര്യമല്ലെന്നാണ് പൂർവികർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നിത്യജീവിതത്തിൽ നിർബന്ധ